റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായി ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ്. ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ. നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിലെ 7ാം ക്ലാസ്സിലെ താരീഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ആദ്യമായിട്ട് വന്ന ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താമെന്നാണ്. 5 ചോദ്യങ്ങൾ താഴുണ്ട്. 3 ഓപ്ഷനുകൾ ഉത്തരങ്ങളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നായിരിക്കും ശരി. അതുകൊണ്ട് ഒരു കള്ളിയിൽ മാത്രം ശരിയിടുക. നമുക്ക് ഡൗട്ടുണ്ട് വിചാരിച്ചെങ്ങാണ്ട് 2ഓ 3ഓ കള്ളികളിൽ ശരിയിടരുത്. 2 കള്ളിയിലൊക്കെ ശരിയിട്ടാലും മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ശരിയിടുന്ന ആ കള്ളി തന്നെ ആ ശരി ഒതുങ്ങി നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത കള്ളിയിലേക്ക് മാറാതിരിക്കാനും സൂക്ഷിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം. സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം അഖീഖ്, കൂഫ, മദീന. അഖീഖാണ് അല്ലേ? നമ്മളൊരു 5ാമത്തെ പാഠത്തിലൊരു ബോക്സിൽ അശ്റത്തുൽ മുബശ്ശരീങ്ങളെ കുറിച്ച് അവരെ വിവരങ്ങളൊക്കെ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ അതിലൊക്കെ ഉള്ളതാണ്. 2 ത്വൽഹ റളിയല്ലാഹു അൻഹു നടത്തിയ വലിയ പോരാട്ടം ബദറിലാണോ ഉഹദിലാണോ ഖന്തഖിലാണോ? ഉഹദിലാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ വലിയ പോരാട്ടം ഉഹദിലായിരുന്നു എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ ശരിയിടാം. പിന്നെ 3ാമത്തേത് അമീനു ഹാദിഹിൽ ഉമ്മ. അമീനു ഹാദിഹിൽ ഉമ്മ അതാരാ? അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ആരാണ് അത്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണല്ലേ? അമീനു ഹാദിഹിൽ ഉമ്മ. പിന്നെ 4ാമത്തേത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ഹിജറ 30, ഹിജറ 32, ഹിജറ 33. ഹിജറ 32 അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. പിന്നെ അമവിയ്യ ഖിലാഫത്തിൻ്റെ തുടക്കം. അമവിയ്യ ഖിലാഫത്ത് തുടങ്ങിയത് ഹിജറ 41, 51, 31. ഹിജറ 41 അല്ലേ? റാഷിദിയ്യ കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടങ്ങിയതാണ് അമവിയ്യ. അപ്പോൾ ഹിജറ 41. അങ്ങനെ ടിക്ക് ചെയ്യാം. പിന്നെ അടുത്തത് ഇവരുടെ കുടുംബം ഏത് എന്നാണ്. കുടുംബം എഴുതാനാണ്. ഇവിടെ താഴെ 4 സ്വഹാബികളെ പേര് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കുടുംബം ഏതാ? ബനു തൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ പേജ് നമ്പർ 7 തുറന്നു നോക്കിയാൽ ആ ബോക്സ് നിങ്ങൾക്ക് കാണാം. ഒരു പട്ടിക ഉണ്ടല്ലോ 3ാമത്തെ പാഠത്തിൽ. അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ അവരെ കുടുംബമൊക്കെ ബനു തൈമാണ്. പിന്നെ ഉമർ അള്ളാഹുവിൻ്റെ കുടുംബം ബനു അദിയാണ്. ബനു അദിയ് അതാണ് ഉമർ അള്ളാഹുവിൻ്റെ കുടുംബം. പിന്നെ 3ാമത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കുടുംബം ഏതാണ്? ഉസ്മാൻ അള്ളാഹുവിൻ്റെ കുടുംബം ബനു ഉമയ്യയാണ്. ബനു ഉമയ്യ. ബനു ഉമയ്യ എന്ന് എഴുതാം. 4ാമത്തത് സഅദ് റളിയല്ലാഹുവിൻ്റെ കുടുംബം. സഅദ് റളിയല്ലാഹുവിൻ്റെ കുടുംബം ബനു സുഹറയാണ്. ബനു സുഹറ. 4ാമത്തത് സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കുടുംബം ഏതാണ്? അത് ബനു അസദാണ്. ബനു അസദ് എന്ന് എഴുതാം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബം ബനു തൈമ്, ഉമർ റളിയല്ലാഹുവിൻ്റെ കുടുംബം ബനു അദിയ്, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കുടുംബം ബനു ഉമയ്യ, സഅദ് റളിയല്ലാഹുവിൻ്റെ കുടുംബം ബനു സുഹറ, സുബൈർ റളിയല്ലാഹുവിൻ്റെ കുടുംബം ബനു അസദ്. ആ ബോക്സിൽ ആ പട്ടികയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പല കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കും. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ആക്ടിവിറ്റി നമുക്ക് യോജിപ്പിക്കാം എന്നാണ്. 6 ചോദ്യങ്ങളാണ് താഴെയുള്ളത്. ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. അതിലേതെങ്കിലും ഓരോന്നായിരിക്കും ഓരോന്നിൻ്റെയും ശരിയായിട്ട് വരുന്നത്. താഴേക്കെടുത്ത് എഴുതാനാണ്. ഇവിടെ കൂഫയിൽ ഹസൻ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ നവാം റളിയല്ലാഹു അൻഹു ബസ്റയിൽ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇതൊക്കെയാണ് ഓപ്ഷനുകളായിട്ട് വന്നിട്ടുള്ളത്. ഇത് താഴെയുള്ള ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങളായിട്ട് വരും. അതിലൊന്നാമത്തെ ചോദ്യം നോക്കൂ. ഹിജറ 3-ാം വർഷം റമദാനിൽ മദീനയിൽ വഫാത്തായി. അത് നമുക്കൊക്കെ അറിയാം, തന്നെ പഠിച്ച പാഠത്തിലുള്ളതാണ്. ആരാണത്? അത് ഹസൻ റളിയല്ലാഹു അൻഹു ആണ്. അതാണ് ഒന്നാമത്തെ എൻ്റെ ഉത്തരം. അപ്പോൾ അതിൽ 2 കാര്യങ്ങളാണ്. ഹിജറ 3-ാം വർഷം, പിന്നെ വഫാത്തായ സ്ഥലമുണ്ട്. എവിടെയാണ്? മദീനയിലാണ്. ഹസൻ റളിയല്ലാഹു അൻഹു.
2 ഹിജറ 4-ാം വർഷം ഷഅബാനിൽ മദീനയിൽ വെച്ച് വഫാത്തായത്. അത് നമ്മളതിൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഉത്തരം. ആരാണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് എന്ന് മാത്രം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം വഫാത്തായത് ഹസൻ റളിയല്ലാഹു, പിന്നെ ഹുസൈൻ റളിയല്ലാഹു. ആ ഹസൻ ഹുസൈൻ എന്നുള്ള ഓർഡറിൽ തന്നെ പഠിച്ചാൽ മതി. മൂന്നാമത്തത് അലി റളിയല്ലാഹുവിൻ്റെ ഖബർ. അലി റളിയല്ലാഹുവിൻ്റെ ഖബർ ഇതിൽ എവിടെയാണ്? അഥവാ സിദ്ദീഖ് റളിയല്ലാഹു നബിൻ്റെയും സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും ഒക്കെ ഹുജറത്തു ഷരീഫയിലാണല്ലേ. പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ജന്നത്തുൽ ബഖീയിലാണ്. എന്നാൽ അലി റളിയല്ലാഹുവിൻ്റെ ഖബർ അവിടെ ഒന്നുമല്ല, കൂഫയിലാണ്. അപ്പോൾ ഇതാണ് 3ൻ്റെ ഉത്തരം. ഇവിടെ കൂഫയിൽ എന്ന് എഴുതാം. അലി റളിയല്ലാഹുവിൻ്റെ ഖബർ കൂഫയിൽ. പിന്നെ 4ാമത്തെ ചോദ്യം എന്താ? ത്വൽഹ റളിയല്ലാഹുവിൻ്റെ ഖബറോ? ത്വൽഹ റളിയല്ലാഹുവിൻ്റെ ഖബർ ബസ്വറയിലാണ് അല്ലേ. എന്താ ഇവിടെ ബസ്വറയിൽ നിന്നുണ്ട്. അപ്പോൾ നമുക്ക് ബസ്വറയിൽ എന്ന് എഴുതാം. ത്വൽഹ റളിയല്ലാഹുവിൻ്റെ ഖബർ ബസ്വറയിൽ. പിന്നെ 5ാമത്തത് വാശിയെ തോൽപ്പിച്ച വിശ്വാസം. വാശിയെ തോൽപ്പിച്ച വിശ്വാസം. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്ത് ആരാണ്? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് 5ാമത്തത് അല്ലേ. ഉമ്മയുടെ വാശിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ സംഭവങ്ങളൊക്കെ സഅദ് ഇബ്നു അബി വഖാസ് വിശ്വാസം കൊണ്ട് ആ വാശിയെ തോൽപ്പിച്ചു എന്നർത്ഥം. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 6ാമത്തത് ഹവാരിയു റസൂലുള്ളാഹ്. ഹവാരിയു റസൂലുള്ളാഹ് അതാരാ? അത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അതവിടെ ഇതാം. ഹവാരിയു റസൂലുള്ളാഹ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഇനി അടുത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതി കൊടുക്കാനാണ് 1ാമത്തെ ചോദ്യം വരുന്നത്. മഖ്ദൂം രണ്ടാമൻ്റെ പിതാവ് ആരാകുന്നു? മഖ്ദൂം രണ്ടാമൻ 1ാമനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ മഖ്ദൂം രണ്ടാമൻ്റെ പിതാവ് ആരാണത്? മുഹമ്മദുൽ ഗസാലി ആണ്. മുഹമ്മദുൽ ഗസാലി. മഖ്ദൂം രണ്ടാമൻ്റെ പിതാവ് മുഹമ്മദുൽ ഗസാലി 16ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. 2ാമത്തത് മംഫുറം തങ്ങളുടെ പിതാവ്. മംഫുറം തങ്ങളുടെ പിതാവ് ആരാണ്? മുഹമ്മദ് ഇബ്നു സഹൽ ഇബ്നു മുഹമ്മദ് അല്ലേ. മംഫുറം തങ്ങളുടെ പിതാവ് മുഹമ്മദ് ഇബ്നു സഹൽ ഇബ്നു മുഹമ്മദ്. അങ്ങനെ എഴുതാം. 3 മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവ്. മുഹിയുദ്ദീൻ മാല നമുക്കറിയാം ആരാണ്? ഖാളി മുഹമ്മദാണ്. ഖാളി മുഹമ്മദ് എന്ന് എഴുതിയാൽ മതി. മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവ് ഖാളി മുഹമ്മദ്. 4ാമത്തത് ഉമർ ഖാളി വഫാത്തായ വർഷം ഏത്? ഉമർ ഖാളിയാണ്. അദ്ദേഹം വഫാത്തായ വർഷം ഹിജറ 1275 ഹിജറ 1275. ഈ അക്കങ്ങളിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഓർഡർ ആദ്യം 1, പിന്നെ ഇടത്തേക്കല്ല വലത്തേക്കാണ് പോകേണ്ടത്. 2, 7, 5. ഈ 2 ഇടുമ്പോൾ 6 ആവരുത്. അപ്പോഴൊക്കെ ഉത്തരം തെറ്റും. പിന്നെ അറബി അക്കങ്ങൾ 100% ഉറപ്പുണ്ടെങ്കിൽ അറബി അക്കങ്ങൾ എഴുതിയാൽ മതി. അല്ലെങ്കിൽ സാധാ നമ്മൾ കണക്ക് എഴുതുന്ന അക്കങ്ങൾ എഴുതാം. അല്ലെങ്കിൽ അക്ഷരത്തിലൊക്കെ എഴുതുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഉത്തരം കറക്റ്റായാൽ മതി. 5ാമത്തത് സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരാകുന്നു? ഇപ്പോഴത്തെ പ്രസിഡൻ്റ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കിയത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി. മുത്തുകോയ തങ്ങൾ എന്ന് വേണമെങ്കിൽ എഴുതാം. മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ എന്നൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാനൊന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതിയെന്ന് മാത്രം. പിന്നെ 6ാമത്തത് സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു. സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ആര്? അഹമ്മദ് കോയ ഷാലിയാത്തിയാണ് അതിൻ്റെ ഉത്തരം. അഹമ്മദ് കോയ ഷാലിയാത്തി. ഷാലിയാത്തി എന്ന് പറഞ്ഞാൽ ചാലിയാണ്. ഷാലിയാത്തി. അഹമ്മദ് കോയ ഷാലിയാത്തി. 7ാമത്തത് സമസ്തയുടെ ആദ്യ ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡൻറ്റ്. തുടക്കത്തിലെ വൈസ് പ്രസിഡൻ്റ് ആരാ? അത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് എഴുതാം. 8ാമത്തത് അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ഖബർ എവിടെ? അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ഖബർ എവിടെ? വാളക്കുളത്താണ്. വാളക്കുളത്ത് മസ്ജിദുൽ ബാരിയുടെ മുൻവശത്താണ്. അപ്പോൾ ഇവിടെ വാളക്കുളത്ത് മസ്ജിദുൽ ബാരി എന്ന് ഞാൻ ജസ്റ്റ് ചുരുക്കി എഴുതുന്നുണ്ട്. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതുക. വാളക്കുളത്ത് മസ്ജിദുൽ ബാരിയുടെ മുൻവശത്താണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത്. 9ാമത്തത് ഷംസുൽ ഉലമയുടെ ഖബർ എവിടെ? ഷംസുൽ ഉലമയുടെ ഖബർ വരക്ക
വരക്കൽ മക്കാമിലാണ്. ഷംസുൽ ഉലമയുടെയും അതേപോലെ തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളി ഇവർ രണ്ടുപേരെയും കവർ എവിടെയാണ്? വരക്കൽ മക്കാമിൽ. വരക്കൽ മക്കാമിൽ. അടുത്തത് വ്യക്തമാക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ വ്യക്തമാക്കി എഴുതി കൊടുക്കുക. അതിലൊന്നാമത്തെ ചോദ്യം എന്താണ്? ഔറംഗസീബിൻ്റെ വ്യക്തി ഗുണങ്ങൾ നമ്മൾ 11ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? സമയമായാൽ ഉടനെ നിസ്കരിക്കുക, വുളൂ മുറിയാതെ സൂക്ഷിക്കുക, റമദാനിലെ രാവുകളെ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക. ഇതൊക്കെയാണ് ഔറംഗസീബിൻ്റെ വ്യക്തി ഗുണങ്ങൾ. 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയാണ് 4 കാര്യങ്ങൾ. സമയമായാൽ ഉടൻ നിസ്കരിക്കുക, പിന്നെ രണ്ടാമത്തത് വുളൂ മുറിയാതെ സൂക്ഷിക്കുക, മൂന്നാമത്തത് റമദാനിലെ രാവുകളെ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക, നാലാമത്തത് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക. ഇതൊക്കെയാണ്. രണ്ടാമത്തെ ചോദ്യം, ഇസ്ലാം കേരളത്തിൽ അതിവേഗം വളരാനുള്ള 2 കാരണങ്ങൾ. ഇസ്ലാം കേരളത്തിൽ അതിവേഗം വളരാനുള്ള 2 കാരണങ്ങൾ. ഒന്നെന്താ? ഇത് നമ്മൾ 14ാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക ആദർശത്തിൻ്റെ വിശുദ്ധിയാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇസ്ലാം കളങ്കമില്ലാത്ത മറുപടി നൽകുന്നു. ഈ 2 കാരണങ്ങളാണ് ഇസ്ലാം കേരളത്തിൽ അതിവേഗം വളരാനുള്ളത്. 2 കാര്യങ്ങൾ: 1 ഇസ്ലാമിക ആദർശത്തിൻ്റെ വിശുദ്ധി, 2 മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇസ്ലാം കളങ്കമില്ലാത്ത മറുപടി നൽകുന്നു. ഈ 2 കാരണങ്ങളാണ്. ഇനി 3ാമത്തെ ചോദ്യം, ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിലുണ്ടായിരുന്നവർ. ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിലുണ്ടായിരുന്നവർ 3 ആളുകളാണ്. അത് നമ്മൾ 13ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. 1 മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. ആരൊക്കെയാണ്? മാലിക് ബിൻ ദീനാർ 1, 2 ഷറഫ് ബിൻ മാലിക്, 3 മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹും. ഇവർ 3 ആളാണ്. ഇനി 4ാമത്തത്, മഖ്ദൂം കുടുംബത്തിൻ്റെ പിതാവ് അഷെയ്ഖ് അലി ഇബ്നു അഹ്മദ് അൽ മഅബരി. അല്ലേ? അഷെയ്ഖ് അലി ഇബ്നു അഹ്മദ് അൽ മഅബരി. അടുത്തത്, ഔജബ ത്വൽഹ എന്ന് നബി പറഞ്ഞ സന്ദർഭം. ഔജബ ത്വൽഹ, അല്ലേ? ത്വൽഹ സ്വർഗം നിർബന്ധമാക്കി എന്ന് നബി പറഞ്ഞ ആ സന്ദർഭം അതേതാണ്? അത് ഉഹദിൽ അഥവാ ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുത്തു. അത് കണ്ട് സന്തുഷ്ടനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഔജബ ത്വൽഹ. അപ്പോൾ ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുത്തു. അത് കണ്ട് സന്തുഷ്ടനായി എന്നും കൂടി കൂട്ടി കൊടുക്കണം. അത് കണ്ട് സന്തുഷ്ടനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഔജബ ത്വൽഹ. 6ാമത്തത്, ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ 4 ഘട്ടങ്ങൾ. ഇസ്ലാമിക ഖിലാഫത്തിന് പ്രധാനമായ 4 ഘട്ടങ്ങളുണ്ട്. 1 അൽ ഖിലാഫത്തുർ റാഷിദയാണ്, അഥവാ ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണകാലമാണ്. അപ്പോൾ അൽ ഖിലാഫത്തുർ റാഷിദ അതാണ് 1. 2 അമവിയ ഖിലാഫത്ത്, 3 അബ്ബാസിയ ഖിലാഫത്ത്, 4 ഉസ്മാനിയ ഖിലാഫത്ത്. അപ്പോൾ ഇങ്ങനെ 4 ഘട്ടങ്ങളാണ്. ഇനി അക്കറബിൽ അൽ ഖിലാഫത്തുർ റാഷിദ, അൽ ഖിലാഫത്തുൽ അമവിയ, അൽ ഖിലാഫത്തുൽ അബ്ബാസിയ, അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ. അങ്ങനെ ഇതായാലും കുഴപ്പമൊന്നുമില്ല, ആൻസർ തന്നെയാണ്. ഇനി 7ാമത്തത്, താജ്മഹൽ നിലകൊള്ളുന്ന സ്ഥലം. താജ്മഹൽ നിലകൊള്ളുന്ന സ്ഥലം ഏതാണ്? ആഗ്രയാണ്. ആഗ്ര. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാസി വിഷൻസ്. ഇതിനോടകം തന്നെ 1000ഓളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.